ഞാൻ കളരി വരുന്ന സമയത്ത് ഒരു 5-6 പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരും പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ കളരിയിൽ വരാറില്ല. അന്നത്തെ ചിട്ട അതാണ്. പക്ഷേ ഞാനും എൻ്റെ ഗുരുക്കളുടെ സിസ്റ്ററും ഉള്ളതുകൊണ്ട് ഞങ്ങൾ കളരിയിൽ തന്നെയായി. 7 വയസ്സിൽ തുടങ്ങി ഇത്രയും കാലം ഇപ്പോൾ 82 വയസ്സായി ഇതുവരെ ഈ കളരിയിൽ തന്നെയുണ്ട്. ഞാൻ മീനാക്ഷി അമ്മ. ഈ കഥ ഞാനും എൻ്റെ ശിഷ്യന്മാരും ഫോഴ്സ് ഫോർ ഗുഡായിട്ട് കളരി മുന്നോട്ട് കൊണ്ടുപോകുന്നു. എത്ര കാലം ഉണ്ടെന്നൊക്കെ പറയാൻ പറ്റുകയില്ല. എത്രത്തോളം ആരോഗ്യത്തോടെ ഇനിയും കിട്ടിയാൽ അത്രത്തോളം ഞാൻ കൊണ്ട് നടക്കും. വീണ് പോകാതെ പോകണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. Kalaripayattu, widely regarded as one of the world's oldest martial arts, is an inseparable part of Kerala and India's folklore and cultural fabric. But a ban by British colonial rulers in 1804 had pushed Kalaripayattu to the brink of becoming a dying art till a revival in the 20th century. പക്ഷേ പെൺകുട്ടികളാണ് ഇന്നത്തെ കാലത്ത് കളരി പഠിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. എവിടെ പോയാലും പ്രശ്നമാണ്. പക്ഷെ അതിനെ തരണം ചെയ്യാൻ കുറച്ച് കളരി പഠിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് പെൺകുട്ടികൾ കളരിയിൽ വരുന്നുണ്ട്. കുട്ടികൾ മാത്രമല്ല, അമ്മമാരും അച്ഛന്മാരും കുട്ടികളൊക്കെ കൂടി ഒരുമിച്ചാണ് കളരിയിൽ വരുന്നത്. കളരി പഠിച്ചതുകൊണ്ട് ഞാൻ സുരക്ഷിതനാണെന്ന് പറയണമെങ്കിൽ അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള നീക്കമായിരിക്കണം. Padma Shri awardee Meenakshi Amma's students and disciples have upheld her teacher's decision to teach Kalaripayattu without any fees. And yet, she and her son Sajeev, who is set to take over the Kalari, are worried about a disconnect between the proponents of Kalaripayattu and the newer generation. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതല്ല, ഫോണില്ലാന്ന് പ്രിയം. കളരി പഠിച്ചാൽ അവർക്ക് എല്ലാം കൊണ്ടും നല്ലതാണ്. ഒരു ഭക്ഷണം കഴിക്കണമെങ്കിലും ഫോൺ കയ്യിൽ എന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ കളരിയെ പറ്റി പറയുമ്പോൾ നാട്ടുകാരുടെ സഹനം നല്ലപോലെയുണ്ട്. നാട്ടുകാരാണ് ഇവിടെ കളരി കെട്ടലും അതുപോലെ കൊണ്ടുവന്ന് ഇറക്കലും എല്ലാ സഹായവും നാട്ടുകാരാണ് ചെയ്തു തന്നത്. From Thiruvananthapuram to Wayanad, Meenakshi Amma's children and disciples have gone on to build even more Kalaris and train more students. അതുകൊണ്ട് നമ്മളിപ്പോൾ ഫൗണ്ടേഷൻ എല്ലാവരും കൂടി യോജിച്ച് നല്ലപോലെ യോജിപ്പാണ് ഇപ്പോഴത്തെ കളരിക്കുള്ളത്. അത് ഇവിടെ പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു എല്ലാ കളരിയിലെ കുട്ടികളെയും വന്ന് കളിക്കുന്നുണ്ട്. 76 വർഷമായി ഈ കളരി. ഒരു വർഷത്തിൽ എത്ര കൂട്ടും ഒന്നോട് പറയാൻ കുട്ടികൾ 76 വർഷം കൊണ്ട് എത്ര എണ്ണം എന്നാണ് കൂട്ടി പറയേണ്ടത്. Through armed and unarmed combat, Kalaripayattu is believed to improve physical strength, flexibility, agility and help build self-confidence. കളരി എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ പൊതുവെ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പ് ക്യാരക്ടറായിരുന്നു. എവിടെയും എന്തിനും പോകാനുള്ള ധൈര്യം, ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ സ്വഭാവത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഒരു ആത്മവിശ്വാസം കൂടെ ഉണ്ടാവും കളരി പഠിക്കുമ്പോൾ. People from places like the US, Belgium, Dubai, Germany and Italy have learned the martial art from her or the foundation. Some have opened training centers of their own. Meenakshi Amma wishes to pass the mantle of keeping this ancient art alive to her son and disciples. ഞാനില്ലാത്ത കാലം ഈ കളരി എൻ്റെ മകൻ സജീവനും എൻ്റെ ശിഷ്യൻ സജിതും കൂടിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അവർക്ക് അതിനുള്ള ശക്തി കൊടുക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. She hopes that the establishment of more training centers will make Kalaripayattu even more accessible to the masses. ആദിത്യ ബിർള ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് കളരിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകാൻ സാഹചര്യം വന്നിട്ടുണ്ട്.